Hello students, ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ അയോണിക് ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നെക്സ്റ്റ് ടൈപ്പ് കെമിക്കൽ ബോണ്ടാണ്. അതാണ് കോവാലന്റ് ബോണ്ട്. ഓക്കെ, അപ്പോ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നത് ഒരു ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിൽ നിന്നും ഇലക്ട്രോണുകൾ വേറൊരു ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലേക്ക് ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ്. മാത്രമല്ല അയോണിക് ബോണ്ട് സാധാരണഗതിയിൽ ഫോം ചെയ്യുന്നത് മെറ്റൽസും നോൺ മെറ്റൽസുമാണ്, അല്ലെ? മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് പാർട്ടിസിപ്പേറ്റ് ഇൻ അയോണിക് ബോണ്ട് ഫോർമേഷൻ. യെസ്, കോവാലന്റ് ബോണ്ട് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ട്. അപ്പോ ഈ കോവാലന്റ് ബോണ്ട് ഫോർമേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് തിയറീസ് സയന്റിസ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ദ ഇമ്പോർട്ടൻറ്റ് തിയറീസ് ആർ: നമ്പർ 1, ലൂയിസ് ലാങ്മിയർ തിയറി. ലൂയിസ് ലാങ്മിയർ തിയറി. ലൂയിസ് ലാങ്മിയർ തിയറി. നമ്പർ 2, വാലൻസ് ബോണ്ട് തിയറി. വാലൻസ് ബോണ്ട് തിയറിയുടെ ഷോർട്ട് ഫോം ആണ് VBT. നമ്പർ 3, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, MOT. അപ്പോൾ കോവാലന്റ് ബോണ്ട് ഫോർമേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സയന്റിസ്റ്റ് മുന്നോട്ട് വെച്ച 3 തിയറീസ് ആണ് ഇത്: ലൂയിസ് ലാങ്മിയർ തിയറി, വാലൻസ് ബോണ്ട് തിയറി ആൻഡ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. ഓക്കെ, ഇന്ന് നമുക്ക് ലൂയിസ് ലാങ്മിയർ തിയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ലാങ്മിയറും ലൂയിസും ഈ 2 സയന്റിസ്റ്റ് ചേർന്നിട്ടാണ് ഒരു പുതിയൊരു ടൈപ്പ് കെമിക്കൽ ബോണ്ട്, ഒരു പുതിയൊരു ടൈപ്പ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, that new type of bond is known as covalent bond. Langmuir, in collaboration with Lewis, introduced a new type of bond which is known as covalent bond. അപ്പോൾ ലൂയിസ് ലാങ്മിയർ തിയറി പ്രകാരം എങ്ങനെയാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്? 2 ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോണുകളെ തുല്യമായി പങ്കുവയ്ക്കുന്നത് മൂലമാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, എന്നാണ് ലൂയിസ് ലാങ്മിയർ തിയറി പറയുന്നത്. അപ്പോൾ what is meant by a covalent bond? A covalent bond is formed by the mutual sharing of electrons between 2 atoms. A covalent bond is formed by the mutual sharing of electrons between 2 atoms. ഓക്കെ, അപ്പോ ഇവിടെ ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കുന്ന, കോവാലന്റ് ബോണ്ട് ഫോർമേഷൻ പങ്കെടുക്കുന്ന ഓരോ ആറ്റവും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ബോണ്ട് ഫോർമേഷന് വേണ്ടി സംഭാവന നൽകുന്നു, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ അവിടെയുള്ള കോമൺ പെയറിനെ 2 ആറ്റങ്ങളും ഷെയർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഓരോ ആറ്റവും തൊട്ടടുത്ത നോബിൾ ഗ്യാസിനെ പോലെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ദാറ്റ് ഈസ് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുന്നു, കൈവരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈച്ച് ആറ്റം കോൺട്രിബ്യൂട്ട്സ് the same number of electrons to form common pairs, then which
which are then shared by both atoms. Then each of the atoms acquire stable electronic configuration of the nearest noble gas, or each atom acquires 8 electron configuration. അപ്പോൾ നമുക്ക് ചില എക്സാമ്പിളിന്റെ സഹായത്താൽ കോവാലന്റ് ബോണ്ട് ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് എക്സാമ്പിൾ ശ്രദ്ധിക്കുക. എക്സാമ്പിൾ നമ്പർ 1, formation of chlorine molecule Cl2. Okay, chlorine molecule is formed by the combination of 2 chlorine atoms. നമുക്കറിയാം, 2 ക്ലോറിൻ ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ക്ലോറിൻ മോളിക്യൂൾ ഉണ്ടാകുന്നത്. യെസ്. അപ്പോൾ ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ 17 ആണെന്ന് അറിയാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287 ആണ്. എന്താണ് ഇത് മീൻ ചെയ്യുന്നത്? ഓക്കെ, ഓരോ ക്ലോറിൻ ആറ്റത്തിന്റെയും ബാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം 7 ആണ്. അപ്പോൾ ഓക്ടറ്റ് റൂൾ പ്രകാരം അത് ഓരോ ക്ലോറിൻ ആറ്റത്തിനും 8 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ, കൈവരിക്കാൻ ഓരോ ഇലക്ട്രോൺ കൂടെ വേണം. അപ്പോൾ ഇപ്പോൾ ലൂയിസ് ലാംഗ്മിയർ തിയറി എന്താണ് പറയുന്നത്? ഓക്കെ, ഓരോ ക്ലോറിനും ഓക്ടറ്റ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ 1 ഇലക്ട്രോൺ കൂടി വേണം. അപ്പോൾ ഫസ്റ്റ് ക്ലോറിൻ ആറ്റം contributes 1 electron for sharing. The second chlorine atom also contributes 1 electron for sharing. അങ്ങനെ അവിടെ ഒരു കോമൺ പെയർ ഉണ്ടായി, രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരു പെയർ ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഓരോ ക്ലോറിന്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലില് ബാക്കിയുള്ള ഇലക്ട്രോണുകൾ 6 ആണ്. അല്ലെ, 6 1 ഇലക്ട്രോൺ ബോണ്ട് ഫോർമേഷന് വേണ്ടി യൂസ് ചെയ്തു. അപ്പോൾ നോക്കിക്കോളൂ, ഇത് കോമൺ പെയർ ആണ്. ഇപ്പോൾ ഓരോ ക്ലോറിന്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം 2 + 2 + 2 6 + 2 8 2 + 2 + 2 6 + 2 8. Yes. Okay. Then here a covalent bond is formed between 2 chlorine atoms by the sharing of 1 pair of electrons. By the sharing of 1 pair of electrons. Okay. ഇവിടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഓക്കെ, ഇവിടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ബോണ്ട് പെയർസ്. The shared pair of electrons are called bond pairs. ഷെയറിംഗിൽ പങ്കെടുത്ത ഇലക്ട്രോൺ പെയർസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ബോണ്ട് പെയർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ബോണ്ട് പെയർ. ബോണ്ട് പെയർ ഇത് നമുക്ക് BP കൊണ്ട് സൂചിപ്പിക്കാം. ബോണ്ട് പെയർ ആൻഡ് ഇലക്ട്രോൺ പെയർസ് which are not involved in sharing are called lone pair. ഷെയറിംഗിൽ പങ്കെടുക്കാതെ ഇലക്ട്രോൺ പെയറിനെ ലോൺ പെയർ എന്ന് വിളിക്കുന്നു. ലോൺ പെയർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ ക്ലോറിൻ മോളിക്യൂളിൽ എത്ര ബോണ്ട് പെയർ ഉണ്ട്, എത്ര ലോൺ പെയർ ഉണ്ട്? ശ്രദ്ധിക്കുക. നമുക്കറിയാം ക്ലോറിൻ മോളിക്യൂളിലുള്ള ബോണ്ട് പെയർസ്, ബോണ്ടിങ്ങിൽ പങ്കെടുത്തത് 1 പെയർ ആണ്. ലോൺ പെയർ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്തത് 1 2 3 4 5 6 ആണ്. ഓക്കെ, then next example, formation of O2 molecule. Formation of O2. O2 molecule is formed by the combination of 2 oxygen atoms. നമുക്കറിയാം ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ 8 ആണ്. 2 6 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 2 6 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം 6 ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ഓക്സിജനും ഓക്ടറ്റ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ 2 ഇലക്ട്രോൺ കൂടി വേണം. അപ്പൊ എന്ത് ചെയ്തു? ഫസ്റ്റ് ഓക്സിജൻ ആറ്റം കോൺട്രിബ്യൂട്ട് 2 ഇലക്ട്രോൺ ഫോർ ഷെയറിംഗ്.
second oxygen atom also contributes 2 electron for sharing. അപ്പോൾ ഇവിടെ അല്ലേ എന്താണ് കോമൺ പെയർ, രണ്ടൊരു കോമൺ ആയിട്ട് പെയർ. അപ്പോൾ എന്താ 2 പെയർ ഷെയറിംഗിൽ പങ്കെടുത്തത് 2 പെയർ ആണ്. അപ്പോൾ ഈ 2 പെയർ രണ്ടിനും കോമൺ ആണ്. 2 പെയർ മീൻസ് 4 ഇലക്ട്രോൺ. 4 + 2 + 2 8 ഇലക്ട്രോൺ. ഫസ്റ്റ് ഓക്സിജൻ ആറ്റത്തിന്റെ ഔട്ടർ മോഷനിൽ ഇപ്പോൾ 8 ഇലക്ട്രോൺസ് ഉണ്ട്. സെക്കൻഡ് ഓക്സിജന്റെയും ഔട്ടർ മോഷനിൽ 4 + 2 6 6 + 2 എന്താ 4 + 2 6 6 + 2 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോ ഇവിടെ ബോണ്ട് പെയർ എത്രയാ? ബോണ്ടിങ്ങിൽ പങ്കെടുത്തത് 2 ആണ്. ലോൺ പെയർ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്തത് 1 2 3 4 ആണ്. ഓക്സിജൻ മോളിക്യൂളിൽ 2 ബോണ്ട് പെയറും 4 ലോൺ പെയറും ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. യെസ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഫോർമേഷൻ ഓഫ് N2. Formation of N2. Nitrogen molecule is formed by the combination of 2 nitrogen atom. Nitrogen atomic number 7. Its electronic configuration is 2,5. അപ്പോൾ നൈട്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ്? 5 ആണ്. അപ്പോ ഓരോ നൈട്രജനും ഓക്റ്ററ്റ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ അല്ലേ 3 മോർ ഇലക്ട്രോൺ കൂടി വേണം. അപ്പോ ഫസ്റ്റ് നൈട്രജൻ കോൺട്രിബ്യൂട്ട്സ് 3 ഇലക്ട്രോൺ ഫോർ ഷെയറിംഗ്. ഒന്നാമത്തെ നൈട്രജൻ ഷെയറിംഗിന് വേണ്ടി 3 ഇലക്ട്രോണുകളെ കോൺട്രിബ്യൂട്ട് ചെയ്തു, സംഭാവന നൽകി. രണ്ടാമത്തെ നൈട്രജനും ഷെയറിംഗിന് വേണ്ടി 3 ഇലക്ട്രോണുകളെ കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ ഇവിടെ കോമൺ പെയർ എത്രയാ? 3 പെയർ ആണ് അല്ലെ. 3 പെയർ മീൻസ് 6 ഇലക്ട്രോൺ. 6 + 2 8 ഇലക്ട്രോൺ. 6 + 2 8 ഇലക്ട്രോൺ. അപ്പൊ ഇവിടെ ഓരോ നൈട്രജനും എന്ത് ചെയ്തു? 8 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തു. ഇനി ഇവിടെയുള്ള ബോണ്ട് പെയർസിന്റെ എണ്ണം, ബോണ്ട് പെയർസ് എന്താ? 3 ആണ്. ലോൺ പെയർ 2 ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇനി ഒരു കാര്യം കൂടി ഓർക്കണം. The covalent bond can be classified into 3 types. Okay, on the basis of Lewis-Langmuir theory. Number 1, single covalent bond. Number 2, double covalent bond. And number 3, triple covalent bond. അപ്പോൾ ഇവിടെ നോക്കുക, എന്താണ് സിംഗിൾ കോവാലന്റ് ബോണ്ട് ഓർ സിംഗിൾ ബോണ്ട്? Single covalent bond or single bond is formed by the sharing of one pair of electrons between 2 atoms. ഇവിടെ ക്ലോറിനും തമ്മിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട് ആണ്. Cl സിംഗിൾ ബോണ്ട്. Cl ഇവിടെ എന്താ? O ഡബിൾ ബോണ്ട് O. ഇവിടെ N ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ 1 പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുത്തെങ്കിൽ അതിനെ നമ്മൾ ഒരു വര കൊണ്ട് സൂചിപ്പിക്കും. 2 പെയർ ആണെങ്കിൽ 2 വര, 3 പെയർ ആണെങ്കിൽ 3 വര. അപ്പൊ ഇവിടെ നൈട്രജൻ തമ്മിലുള്ള ബോണ്ട് ട്രിപ്പിൾ ബോണ്ടാണ്. ഓക്സിജൻ തമ്മിലുള്ള ബോണ്ട് ഡബിൾ ബോണ്ടാണ്. ക്ലോറിനും തമ്മിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ടാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട നെക്സ്റ്റ് പോയിന്റ് കോവാലൻസി ആണ്. വാട്ട് ഈസ് മെന്റ് ബൈ കോവാലൻസി? കോവാലൻസി ഈസ് ദ number of electrons which an atom contributes to the formation of covalent bond. അപ്പോൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി അല്ലെ ഓരോ ആറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്ത സംഭാവന നൽകിയ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് കോവാലൻസി. അപ്പോൾ നമുക്കറിയാം ഇവിടെ ക്ലോറിൻ ആറ്റം കോൺട്രിബ്യൂട്ട്സ് 1 ഇലക്ട്രോൺ ഫോർ ഷെയറിംഗ്. then the covalency of chlorine is 1. ഓർക്കണം, the covalency of chlorine is 1. അപ്പോൾ ഓക്സിജൻ എത്രയാ? ഓക്സിജന്റെ കോവാലൻസി, ഓക്സിജൻ ആറ്റത്തിന്റെ കോവാലൻസി 2 ആണ്. കാരണം ഓരോ ഓക്സിജൻ ആറ്റവും ഷെയറിംഗിന് വേണ്ടി 2 ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ നൈട്രജന്റെ കോവാലൻസി 3 ആണ്. യെസ്. അപ്പൊ ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞ മെയിൻ പോയിന്റ് ഓർക്കുക എല്ലാവരും. യെസ്, എന്താണ് ഫസ്റ്റ് പോയിന്റ്? A covalent bond is formed by the mutual sharing of electrons between 2 atoms. Okay, then the
shared pair of electrons are called bond pairs of electrons, and the valence electron pairs which are which are not involved in sharing, involved in bond formation, is called a lone pair of electron. Then the covalent bond is formed by the sharing of 1, 2 or 3 pairs of electrons are called single bond, double bond and triple bond respectively. Next important term, covalency. What is covalency? Covalency is the number of electrons which an atom contributes to the formation of covalent bonds. Okay, the covalency of chlorine is 1, oxygen is 2 and nitrogen is 3. Okay students, അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒക്ടറ്റ് റൂളിൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചാണ്, പരിമിതികളെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ഗുഡ് ബൈ.